ഇന്ന് നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസ് ഒന്ന് കളിച്ച് നോക്കാൻ പോവാണ് ഗൈസ്. കുറേ പേര് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കളിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നേരെ വീഡിയോ ആക്കി വെക്കാം. ലെറ്റ്സ് പ്ലേ സീരീസ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ എപ്പിസോഡ് ഇതിനെ പോകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആക്കി വെക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫൈനൽ ലെറ്റ്സ് പ്ലേ സീരീസിൽ ഈ കടക്കുകയാണ് ഗൈസ്. നമുക്ക് ഫസ്റ്റ് മരം തല്ലി പൊളിക്കണം ഗൈസ്. മരം തല്ലി പൊളിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്. ലെറ്റ്സ് പ്ലേ സീരീസിന് സ്റ്റോൺ ഏജ് ആയിട്ട് അടുത്തതിൽ മാത്രമാണ് ഞാൻ ഇതാവാൻ പോണത്. എന്താ പറയുക, നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ അയൺ കണ്ടുപിടിക്കും. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ക്വസ്റ്റാണിത്. അതൊക്കെ നമുക്കടുത്ത മരം വെട്ടി കളിക്കും. ഈ പൊടിഞ്ഞ് എത്ര മരം കിട്ടും? നമുക്ക് ആകെ 6 കിട്ടിയുള്ളൂ. ഓക്കെ, ബാക്കി പൊട്ടിച്ച വില കിട്ടി. നമുക്ക് 7 പ്ലാങ്ക്സ് കിട്ടിയിട്ടുണ്ട്. എന്ന് പ്ലാങ്ക്സ് ആക്കണം. അല്ല, വുഡ് കിട്ടി ഞാൻ തോന്നുന്നു. ഓക്കെ, നമുക്കപ്പോൾ നല്ല ക്രാഫ്റ്റിംഗ് റെസിപ്പിയിലോട്ട് കടക്കാം. അതിന് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. നമുക്ക് ആക്സ്, ഒരു പിക്കാക്സ്, ഇത്തരം കാര്യങ്ങൾ മതി. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ തള്ളിക്കൊല്ലണം. ഫസ്റ്റ് ഇവിടെ അങ്ങ് തള്ളിക്കൊല്ലാം. പശുവിൻ്റെ മൂക്കെന്ത് എങ്ങനെ ചെയ്യുന്നു? ഓക്കെ, നമുക്ക് ഇറച്ചി മാത്രമേ കിട്ടുള്ളൂ. അവിടെ ഞാൻ ഷീപ്പിനെ കൊണ്ടുവരാണെന്നില്ല. നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പരിപാടി നടന്ന ഞാൻ കണ്ടു. എനിക്ക് ഗ്രാബിട്ട് ഓക്കെ. ഒറ്റടി കാര്യം പറഞ്ഞു. ആഡും വാങ്ങിയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ മ്യൂട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇത് കൊള്ളാമല്ലോ, ഇതൊക്കെ എപ്പോൾ വന്നു? എനിക്ക് എന്തെങ്കിലും ആണ്. ഓക്കെ, അവിടെ പിഗ് എടുക്കുന്നുണ്ട്. ചാടി ആക്രമിക്കണം. ഓക്കെ, ചാടി ആക്രമിച്ച് നമുക്ക് ഇഷ്ടം പോലെ ഫുഡായിരുന്നു തോന്നുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി 2 പുള് വേണം. ഒരു പുളി നടക്കില്ല. പോപ്പീസ് എനിക്ക് വേണം, പോപ്പീസ്. എന്നിട്ട് പട്ടി പേടിച്ച് പേടിപ്പിക്കാനായിട്ട് ഞാൻ പട്ടീനാണത്. ഇത് കൊള്ളാല്ലേ, പട്ടിയാ. ഇങ്ങനത്തെ ടെസ്റ്ററൊക്കെ ഇപ്പോൾ മോജി പുതിയതാക്കി ഇറക്കിയതാന്ന് തോന്നുന്നു. നമുക്കിത് വേഗം ഡൈ ആക്കാം. എന്നിട്ട് ആ ഡൈ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റെഡ് ബോൾ കിട്ടും. ഇതേപോലെ എനിക്ക് 2 എണ്ണം കൂടെ വേണം. അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ അതിലാട്ടോ ഗൈസ്. അത് നമുക്ക് നല്ല സ്പീഡിൽ പോകാം ഗൈസ്. ഓക്കെ, പ്ലെയിൻസ് കിട്ടിയടാ. വീണ്ടും ആഡ്. അതെ. എനിക്കൊരു വില്ലേജും കിട്ടാറായി കേട്ടോ. പങ്കിങ്സ് ഉണ്ട് അവിടെ, പങ്കിങ്സ്. നമുക്ക് ഇതോടെ എടുത്താലേ ഫുഡ് ഉണ്ടാക്കാൻ. നമുക്ക് പങ്കിങ് പൈ ഉണ്ടാക്കാനാണ്. കൊള്ളാം. എന്നാലും നമ്മൾ വില്ലേജിലേക്ക് പോകുന്നുണ്ട്. കാരണം വില്ലേജിൽ പോയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ലേ. ഓക്കെ, 2 ബോൾ കിട്ടി. ഇനി 1 ബോളും കൂടെ വേണം. ഒറ്റ ഒരെണ്ണം മാത്രം. അതേതാ? അതവിടെയാ? അത് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഉണ്ടാവാനാ ചാൻസ് കൂടുതൽ. ഒരെണ്ണം കൂടെ വേണം കേസ്. ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ മീറ്റ്. ഓക്കെ. നീ കണ്ട മലയാള ഇത് മറ്റേ ബ്രീസ്ലൈറ്റ്. ഡീപ് ലൈസ് എന്തൊരു പറയാ? ഡീപ് സ്ലൈറ്റ് അതിൻ്റെ ഗെയിമാന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഇവിടെ ഒരു കഴുതൊക്കെ നിൽക്കുന്നുണ്ട്. ഓൾറെഡി ഞാനൊരു കഴുതി, അതുകൊണ്ട് വേറെ കഴുതി ഞാൻ പറഞ്ഞ് ഉപദേശിക്കുന്നില്ല. അത് ഗെയിമാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. ഗൈസ്, ഒരെണ്ണത്തിനെ നമ്മൾ അവിടെ കണ്ടുപിടിക്കാന് നമുക്ക് ഹങ്കറായിട്ട് നമുക്കൊരു കേവ് കണ്ടുപിടിക്കണം. കേവ് നമ്മൾ ഓൾറെഡി ഒന്ന് കണ്ടു. അത് വേണ്ട, ഒരു ചെറിയ കേവൊക്കെ വേണം. അതെ, ഊള് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്, ഇഷ്ടം പോലെ. വിച്ച് മീൻസ് ചാവടങ്ങോട്ട് അത്ര ഒരെണ്ണം കൂടെ. ഓക്കെ, നമ്മൾ 2 അടിക്കാൻ പോകുന്നു. ഒറ്റടി പറ്റി. അതെ. നമുക്ക് വേഗം ഇത് ബൂളാക്കാം. അല്ല, റെഡ് ബൂളാക്കാം. ഓക്കെ, ഇനി നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ഡൈകിടന്ന് ഉറങ്ങാനാണ്. റെഡ് ബെഡ്. യെസ്, നമ്മളങ്ങനെ പറഞ്ഞാൽ അതൊരെണ്ണം ക്രാഫ്റ്റ് ചെയ്തു.
ഇനി നമുക്കെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആക്സിഡൻറ്റ് പണിയിപ്പത്തിനുണ്ട്. നമുക്ക് എത്ര പെടുന്ന സ്റ്റോൺ ഉണ്ടിരിക്കണം. സ്റ്റോൺ ഒരു കേവ് കണ്ടുപിടിച്ച് പറ്റും. സമാന ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ അത് കല്ലിൻ്റെ ആണോ? ആ കല്ലിൻ്റെ അല്ല, അത് കല്ലിൻ്റെ മല അല്ലത്. ഇഷ്ടംപോലെ ഷീപ്പുണ്ട്. എന്നൊക്കെ ഞാൻ തല്ലി കൊല്ലാൻ പോകും. നമുക്ക് ഫുഡ് വേണം. ഓടിച്ചോണ്ടിട്ട് കഴിക്കുന്നത്. ഓക്കെ, ഒരെണ്ണം കൂടെ അവൻ്റെ അത്ര അവൻ്റെ ഇന്ന് എക്സ്പി മാത്രമേ കിട്ടിയുള്ളൂ. ഒന്നും കിട്ടിയില്ല. നമുക്ക് 7 മീറ്റ് ആയിട്ടോ. അപ്പോൾ വീണ്ടും എന്താണ് വെറുതെ ആട് പറഞ്ഞത്? പോർക്ക് കഴിക്കുവാണ്. സ്ഥലത്ത് ഇക്കടേ അങ്ങനെ അവനൊരെണ്ണം കൂടെ കിട്ടിയാൽ മതി. അത് കാണില്ല നമുക്ക്. രണ്ടെണ്ണം കിട്ടിയ നമുക്കൊരു സ്റ്റോൺ പിക്കാക്സ് ആണ്. നമുക്ക് പുതിയ റെസിപ്പി അൺലോക്ക് ആയിട്ടുണ്ട്. ഡ്രൗണാടിയിലുണ്ടോ? ശരി, കുഴപ്പമില്ല. ഇവനും കൂടെ തല്ലുകൊള്ളു. അവനും കൂടെ തല്ലുകൊള്ളുന്നു. അവൻ്റെ ഇത് 2 എണ്ണം കിട്ടി. ഓക്കെ, സ്റ്റോൺ. നമുക്കിനി സ്റ്റോണേജിലോട്ട് കിടക്കാം ഗേസ്. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മൾ ആ സ്റ്റോണേജ് ആയിട്ടുണ്ട്. പിന്നെ ബാക്കി കിട്ടിയ സ്റ്റോൺ വെച്ചിട്ട് ഞാനൊരു ഫർണസ് ഉണ്ടാക്കി. നല്ല കാര്യമില്ല. ഇപ്പോൾ ഒരു കേവ് ഉണ്ട്. കേവിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ പോകണ്ട. ആ കേവിൻ്റെ അകത്ത് പോയി നമുക്ക് ക്രീപ്പറിൻ്റെ അതിന് അടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കേവ് ആൾക്കാർ ഇങ്ങോട്ട് ഓടി വന്നോളൂ. അത് അങ്ങോട്ട് ചോദിക്കണം. ഓക്കെ, രാത്രി ഓർഡിനേറ്റ് ആണ്. രാത്രി ആകാൻ പോവാണ്. അതിൽ ഓൾറെഡി ബെഡ് ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. കിട്ടിയ കോളേജിൽ ഇവിടെ നൈറ്റുമാണ്. എപ്പോൾ കിടന്ന് പറഞ്ഞാൽ പറ്റിയത് പറഞ്ഞു. നമുക്ക് പോയി കഴിഞ്ഞ ഈസ്പീഡ് പറഞ്ഞു. നമ്മളതിനെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെയാണോ പിള്ളേരെ? നമ്മളങ്ങനെ കിടന്ന് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. വേഗം പോയിട്ട് നമുക്ക് നമ്മുടെ മറ്റേ സാധനം കളിക്കാം. മുങ്ങനപ്പോൾ നമുക്കിപ്പോൾ നേരെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ കോളെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ കണ്ടുപിടിക്കലാണ്. അപ്പോൾ അയൺ നമുക്ക് ബാക്കി കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഫുഡ് വെച്ചിട്ട് ഈ ഫുഡൊന്ന് കുക്ക് ചെയ്യാം. അവിടെ പോയപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കോളേജിനായിരുന്നു. കോളേജിനായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോൾ അങ്ങനെ കഴിഞ്ഞേക്കാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ അയാളായിരിക്കും ഇങ്ങനെ അടിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെന്താ പറയുക ഒന്ന് കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഇത് കഴിക്കാം. അങ്ങനെ ഫീലാൻ പറ്റും. അതിനായിട്ടില്ല നമ്മൾ അഹങ്കാരം അങ്ങനെ ഫീലായിക്കാണ്. അതിന് കുറച്ചും കൂടെ മാത്രം. ഓക്കെ, അപ്പോൾ കേസ് ഇതുള്ള വീഡിയോ